കവിൻ എന്ത് പറ്റിടാ നിനക്ക്? എന്താന്നറിയില്ലേ? സാരമില്ല, പറഞ്ഞോ. ഇന്ന് എക്സാം അല്ലായിരുന്നോ? എഴുതി എഴുതി കൈ വേദനിക്കുന്നു. ഞാനും കണ്ടായിരുന്നു. ഒരുപാട് നീ എഴുതിയായിരുന്നല്ലോ. അല്ല, അത്രയ്ക്ക് നീ എന്താ എഴുതിയത്? ശ്രീരാമസ്തുതി എഴുതി. എന്താ പറഞ്ഞേ? അതൊന്നുമില്ല, ഭഗവാനെയൊക്കെ മനസ്സിൽ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് പഠിച്ചല്ല എഴുതി വെച്ചടാ. നീ പഠിച്ചെന്നോ? നിലയെ തോപ്പിക്കാൻ വേണ്ടിയല്ലടാ ഞാൻ പഠിച്ചേ. അപ്പോ നിനക്ക് നല്ല മാർക്ക് കിട്ടുമെന്നാ എനിക്ക് തോന്നുന്നേ. അതൊക്കെ നമുക്ക് നാളെ കാണാടാ. നിന്റെ കൈ ഇങ്ങ് നീട്ട്. ഉമ്മ കയ്യിൽ തുപ്പൽ പറ്റിക്കാടാ. എടാ നില വരുന്നടാ. അവള് തോറ്റു. എടാ അവള് അങ്ങോട്ട് പോവാ. അവള് തോറ്റ് തുന്നമ്പാടി പോണെന്ന് പറയടാ. റിസൾട്ട് വരട്ടെ, വെയിറ്റ് ചെയ്യാം. എനിക്ക് സംശയമുണ്ടടാ, നിന്നെ പോലെ അവളും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവടാ. അവൾ എങ്ങനെ എഴുതിയെന്ന് നമുക്ക് ചോദിച്ചു നോക്കിയാലോ? ശരി, വിളിച്ചു ചോദിക്ക്. മൂണേ, ഡേയ് മലയാളത്തെ വിളിയടാ. എടീ നിലാവേ, ഇങ്ങോട്ട് വാ. എടി വാ. എന്താ രാഹുൽ? കവിൻ നന്നായിട്ട് എക്സാം എഴുതിയെന്ന് പറഞ്ഞു. നീ എങ്ങനെ എഴുതി? ഞാനും നന്നായിട്ട് എഴുതിയത്. റിസൾട്ട് എന്താന്ന് ദൈവത്തിനല്ലേ അറിയുള്ളൂ. ഇവളെന്താ ദൈവത്തിനൊക്കെ പറയുന്നേ? ഞാൻ ചെയ്തതുപോലെ ശ്രീരാമസ്തുതി എങ്ങാനും എഴുതി കാണോ? മാർക്ക് എത്ര കിട്ടും ചോദിക്കടാ. ഞാൻ എഴുതിയതനുസരിച്ച് നല്ല മാർക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. എടാ ഞാൻ 100ന് മേളില് വാങ്ങുന്നു പറയടാ. കവിൻ 100 മാർക്കിന് അപ്പുറം മേടിക്കുന്നാ പറയുന്നേ. അതെങ്ങനെയാ നടക്കുന്നേ രാഹുൽ? ഒന്നെങ്കിൽ 100 100 വാങ്ങിക്കാം, അല്ലെങ്കിൽ പിന്നെ 100ന് താഴെയല്ലേ കിട്ടുള്ളൂ. പക്ഷെ എങ്ങനെയാ 100 മാർക്കിന് മേളിൽ പോവും? ലോജിക്ക്. നീ അവളുടെ ഫ്രണ്ടാണോ എന്റെ ഫ്രണ്ടാണോ? ഞാൻ നിന്റെ ഫ്രണ്ടാടാ. ഞാൻ പറയുന്ന അതുപോലെ അവളുടെ അടുത്ത് പറ. കവിന്റെ അച്ഛൻ ഒരു ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അതില് എന്റെ ഫ്രണ്ട് കവിനെ ജയിക്കത്തുള്ളൂ. ഓ, ആ സർപ്രൈസ് ഗിഫ്റ്റ് കവിനെ വാങ്ങത്തുള്ളൂ. ആണോ? അതെങ്ങനെയാ? ഓ നമ ശിവായ. ശ്രീരാമജയം പറയടാ. എന്താ ശ്രീരാമജയോ? ദേ നോക്ക്, ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നത്. എന്റെ അച്ഛമ്മയുടെ ഗിഫ്റ്റ് ഞാനായിരിക്കും വാങ്ങിക്കാൻ പോകുന്നത്. ഇതിവന്റെ കൊടവേരാണ് സത്യം. എന്താടാ നിനക്ക് ആവശ്യമാടാ? നീ കൂടുതൽ മാർക്ക് വാങ്ങിച്ചാ അതെനിക്ക് സന്തോഷാ. നല്ല മാർക്കെന്നല്ല, ക്ലാസ്സിൽ ഫസ്റ്റ് ഞാനായിരിക്കും. അപ്പൊ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും, നിനക്ക് സന്തോഷം വരില്ല. മോനെ, നിങ്ങൾ എന്തിനോട് വന്നേ? വാ പോകാം. സംസാരിക്കുന്നുണ്ടല്ലേ, ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഇതെന്താ വരാൻ പോകുന്ന ഇലക്ഷനില് ഘടകകക്ഷികൾ സീറ്റ് വിഭജിക്കുന്ന പോലെ കുലങ്കുശമായ ചർച്ചയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. വാ മോനെ പോവാം. അച്ഛനോടെ? അച്ഛനൊന്നും വന്നില്ല, മോനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു വിട്ടാ. വാ. 5 മിനിറ്റ്സ് എടുക്കും. ഇവിടെ പ്രധാന കാര്യം സംസാരിക്കുന്നുണ്ടല്ലേ. കവിമോനെ വാ, വീട്ടിലേക്ക് പോകാം. ഞാൻ നിങ്ങളുടെ കൂടെ ഒന്നും വരില്ല. എന്റെ അച്ഛൻ വന്ന് വിളിച്ചാലേ ഞാൻ വരൂ. ഇവന് എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നേ? കവിൻ, അച്ഛമ്മയ്ക്ക് നല്ല സുഖമില്ല. അതുകൊണ്ട് മോന്റെ അച്ഛൻ മോനെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടേക്കാണ്. അച്ഛമ്മയ്ക്ക് സുഖമില്ലെന്നോ? അച്ഛമ്മയ്ക്ക് സുഖമില്ലാന്നും പറഞ്ഞ് ക്ലാസ് ലീവാക്കാന്ന് വിചാരിക്കുമ്പോ സ്കൂള് വിട്ടിട്ടാ ഒന്ന് പറയുന്നത്. എന്താ ഈ ആലോചിക്കുന്നേ? വാ പോവാ. ശ്വേതേ, നിന്റെ അമ്മ വന്നല്ലോ. ശ്വേതേ, നമുക്ക് പോവാം. അയ്യോ, കവിന്റെ അച്ഛമ്മയ്ക്ക് സുഖമില്ലേ? ആ അമ്മ നല്ല അമ്മയാ, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലേ. എന്താ വിജി, കയ്യിൽ ഇത് എന്താ പറ്റിയേ? ഒന്ന് ശ്രദ്ധിച്ചൊക്കെ പണിയെടുക്കണ്ടേ? ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടൊന്നുമല്ല, ആ വാതിൽ എങ്ങനെയാ വന്ന് അടഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്രതീക്ഷിക്കാതെ നടന്ന അപകടമാ പ്രിയ ഇത്. വലിയ മുറിവ് പോലെ ഉണ്ടല്ലോ ഇത്. ശരി വിട്, അത് സംഭവിച്ചു കഴിഞ്ഞില്ലേ. ഇപ്പൊ നിനക്ക് വേദനയുണ്ടോ മോളെ? ഇപ്പൊ കുറച്ച് ഭേദമുണ്ടമ്മേ.
കുറഞ്ഞതുപോലെ ഉണ്ട്. നിലമോൾ എങ്ങാനും അറിഞ്ഞാ അവൾക്ക് വലിയ വിഷമാവും. ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, നല്ലോണം നീരുണ്ടല്ലോ. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. നിലമോള് വന്നു എന്നാ തോന്നുന്നത്. അമ്മേ അമ്മയുടെ ചക്കരവാ. അമ്മയുടെ കൈക്ക് എന്താ പറ്റിയത്? ആ, അതൊന്നുമില്ല, ചുമ്മാ. എന്റെ ചെല്ലക്കുട്ടിക്ക് കഴിക്കാൻ എന്താ വേണ്ടേ? ആഹാ വേണ്ട, എനിക്ക് കഴിക്കാനൊന്നും വേണ്ട. അമ്മയുടെ കൈക്ക് എന്താ പറ്റിയേ അതാദ്യം പറ.